പലപ്പോഴും നമ്മൾ ഈ ഒരു യാത്രയിൽ പല അനിമൽസിനെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതുപോലൊരു കൊമ്പനെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. അവൻ കുറേ നേരമായി ഈ ചെളിവെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കൊമ്പനാണ് കേട്ടോ, അടിപൊളി ഒരു കൊമ്പനാണ്. നോക്കി കയറി പോകുന്നുണ്ടോ സുഹൃത്തുക്കളെ. ഞാനിപ്പം നമ്മുടെ കൊല്ലം ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമായ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന മാമ്പഴത്തറയിലേക്കാണ് പോകുന്നത്. മാമ്പഴത്തറ അവിടത്തേക്ക് പോകുന്ന യാത്രയിൽ ഇതുവഴി പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനിമൽസിനെ കാണാം കേട്ടോ, ഒരുപാട് അനിമൽസിനെ കാണാം. ഇപ്പം ഇന്നത്തെ യാത്രയിൽ കണ്ട ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് കണ്ട ഈ കാണുന്ന കൊമ്പനാണ്. ഒരു മരത്തിൻ്റെ ബാക്കിൽ നിൽക്കുകയാണ്, ഒരു ചെളി വാരി ഇങ്ങനെ എറിഞ്ഞ് നല്ല മനോഹരമായ കാഴ്ചയാണ്. ഇതുപോലൊരു കൊമ്പൻ ഈ ഒരു യാത്രയിൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിരുന്നു, ചെവിമുറിയനെ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് നല്ല മനോഹരമായ ഒരു കാഴ്ചയിലാണ്. പക്ഷേ ഒരു മരത്തിൻ്റെ കാടിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ കിട്ടുന്നില്ല. എന്തായാലും കാഴ്ചകൾ കണ്ടുപോകും. കയറി വന്നു. കുറേ നേരം ചെളിവെള്ളമൊക്കെ കോരി ഒഴിച്ചതിന് ശേഷം ഇയാൾ അതിൻ്റെ കാട്ടിലേക്ക് കയറി പോവുകയാണ്. കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ്. പുനലൂരിൽ നിന്ന് നെല്ലിപ്പള്ളി ചാലിയേക്കര വഴി നമുക്ക് മാമ്പഴത്തറയിലെത്താം. മാമ്പഴത്തറയിൽ നിന്ന് കുറവന്താവളം വഴി നമുക്ക് മാമ്പഴത്തറ മത്താപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് വ്യൂ പോയിന്റ്. ഒരുപാട് ആളുകൾ വരാറുണ്ട് അവധി സമയങ്ങളിലൊക്കെ. നമുക്ക് മുമ്പേ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പം വനയാത്ര ആസ്വദിക്കുന്നവർക്കൊക്കെ ഈ ഒരു യാത്ര അടിപൊളിയാണ് കേട്ടോ. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ പത്തനാപുരത്ത് നിന്ന് നമുക്ക് അലിമുക്ക് വരാം. പത്തനംതിട്ട പത്തനാപുരം അലിമുക്ക് വഴി നമുക്ക് യാത്ര ചെയ്ത് ഈ ഒരു ലൊക്കേഷനിലെത്താം. പിന്നെ കഴുതുരുട്ടി വരെയും നമുക്ക് ഈ ഒരു മാമ്പഴത്തറയിൽ എത്താവുന്നതാണ്. അപ്പോൾ ഒരുപാട് അനിമൽസിനെയൊക്കെ കണ്ട് നമ്മൾ ചാലിയേക്കരയ്ക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ്. അതൊക്കെ നെടുനീളത്തിൽ കിടക്കുന്ന ആ ഒരു ഒറ്റയടിപ്പാത, വനത്തിലൂടെയുള്ള ഒറ്റയടിപ്പാത. ഇവിടങ്ങളിലൊക്കെ ഒരുപാട് അനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ഒരു ആന അവിടെ നിന്ന് ചെളി വാരി എറിയുന്ന കാഴ്ച. അന്ന് കണ്ടല്ലോ. ഞങ്ങൾ കൊണ്ടുവരുന്നു. അല്ല ചുമ്മാ ഞങ്ങൾ അമ്മനടക്കുന്ന കയറാൻ വന്നു. കൊല്ലം ജില്ലയിലെ പുനലൂര് എന്നാണ് ചാലിയേക്കര വഴി മാമ്പഴത്തറയ്ക്ക് പോകുന്നത്. മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി മൂന്നാർ എന്നാണ് പറയുന്നത്. നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു ആംബിയൻസ് ഉള്ള ആ ഒരു സ്ഥലം നമുക്കൊന്ന് കാണാം. ഒരുപാട് ആളുകൾ വരാറുണ്ട് ഇവിടെ എല്ലാം. ഒരുപാട് അനിമൽസിനെ കാണാറുണ്ട്. അനിമൽസിന് നല്ല രീതിയിലുള്ള സ്ഥലമാണ്. നമ്മൾ റോഡ് വിട്ട് വനത്തിനുള്ളിലേക്ക് പോകരുത്, അതുപോലെ തന്നെ വാഹനം നിർത്തി നമ്മൾ ഇറങ്ങരുത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് ഒരു പബ്ലിക് റോഡ് തന്നെയാണ്. വനത്തിനുള്ളിലൂടെ ആണെങ്കിലും ഒരു പബ്ലിക് റോഡാണ്. അപ്പൊ മനോഹരമായ കാഴ്ച കണ്ടതാണ്. ഇവിടെ വരുമ്പോൾ ഒരു തടിഡിപ്പോയാണ് ഈ കാണുന്ന തടിഡിപ്പ്. നമുക്ക് അവിടെ ഒരു ഏറുമാടമൊക്കെ കാണാം. ഈ തടിഡിപ്പയില് വാച്ചർമാർക്ക് താമസിക്കാൻ വേണ്ടിയാന്ന് തോന്നുന്നു ആ ഒരു ഏറുമാടമൊക്കെ വെച്ചേക്കുന്നത്. മനോഹരമായ ഒരു ഏറുമാടം അല്ലേ. ഇപ്പോഴത്തെ തടിഡിപ്പോ ഇപ്പൊ തുടങ്ങിയതായത്. നേരത്തെ ഇങ്ങനെ ഒരു ഡിപ്പോ ഇല്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഇതേപോലെ ഒരു ഡിപ്പോ ഇവിടെ തുടങ്ങിയേക്കുന്നത്. വീണ്ടും കാഴ്ചകളിലേക്ക്. അപ്പൊ നമ്മള് മാമ്പഴത്തറ കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പോ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. കുറവൻതാവളം എന്നാണ് ജംഗ്ഷന്റെ പേര്. ഇവിടെ ഫുള്ള് കൈതയൊക്കെയാണ്. അപ്പൊ ഈ ഒരു ജംഗ്ഷൻ ആണ് അത്.
കുറച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വീണ്ടും ആ റബ്ബർ എസ്റ്റേറ്റിലൂടെ ഉള്ള യാത്രയാണ്. അങ്ങനെ മാമ്പഴത്തറ വ്യൂ പോയിന്റിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ അകലെയായിട്ട് അതേ ആന, നേരത്തെ കണ്ട അതേ ആന അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവൻ അവിടെ നിന്ന് തീറ്റ തേടിക്കൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളി ഒരു കൊമ്പനാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ചെവിയുടെ അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ഉള്ള അടിപൊളി ഒരു കൊമ്പൻ. നല്ല മനോഹരമായ കാഴ്ചയാണ്. മാമ്പഴത്തറയുടെ ഇപ്പോഴത്തെ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഇതാണ് മാമ്പഴത്തറ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല കോടമഞ്ഞും നല്ല മഴയും ഒക്കെ ഉണ്ട്. നല്ല മനോഹരമായ ഒരു കാലാവസ്ഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയൊരു കാലാവസ്ഥ. ആ ചൂട് മാറി നല്ല തണുപ്പായിട്ടുണ്ട്. മഞ്ഞ് പൊങ്ങുന്നുണ്ടോ? അതെവിടെ കയറും അത്. ആനയെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആനയെ കാണില്ല. അപ്രതീക്ഷിതമായിട്ട് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ഒത്ത ഒരു കൊമ്പനാണ്. ഇതുപോലെ നല്ല അടിപൊളി ഒരു കൊമ്പനെ ഞാൻ ഈ ഒരു യാത്രയിൽ കണ്ടിട്ടില്ല. എന്നാൽ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് വനയാത്ര വീഡിയോകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നിയമങ്ങൾ പാലിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതിരിക്കും ബൈ. സംഭവമൊക്കെ കിട്ടും, പക്ഷേ അതിലേക്ക് അങ്ങനെ വരത്തുള്ളൂ കൂടുതൽ. ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരത്തില്ല. താഴോട്ട് അങ്ങനെ കയറി വരത്തില്ല.